ഹലോ മക്കളെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ. ഇന്ന് പെരുന്നാളിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതും നമ്മളെല്ലാവർക്കും വേണ്ടപ്പെട്ട കൊട്ടയപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് പഞ്ചാര എടുത്തിട്ടുണ്ട്. പിന്നെ 4 മുട്ട വേണം, നല്ല വലിയ 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 10 ഏലക്കാവും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി പഞ്ചാരൻ്റെ ഒക്കെ ഏലക്ക ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ അപ്പക്കാരം, അതായത് ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് മഞ്ഞ കളർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, അത് വേണം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 4 മുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കണം. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുക. ഈ പാത്രത്തിലാണ് നമ്മൾ മൈദ കുഴക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഡാൽഡ അല്ലെങ്കിൽ വനസ്പതി. അപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്ക് നെയ്യും എടുക്കുക. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് ഡാൽഡ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും ഈ മുട്ട മിക്സിലേക്ക് ഒഴിച്ചോട്ടതിന് ശേഷം ഇതിലേക്ക് മൈദ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എടുക്കണം. ഞാനിവിടെ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. 1 കിലോ ഫുള്ളായിട്ട് വേണ്ട, കുറച്ച് മൈദ ബാക്കി ഉണ്ടാവും. എന്നാൽ ഏകദേശം കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈദൻ്റെ കണക്ക് പറഞ്ഞത്. ഇനി ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് എത്ര മൈദ വേണം അത്ര മൈദ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മൈദ എടുക്കുന്ന സമയത്ത് 1 കിലോ കണക്കാക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചിട്ട് മയപ്പെടുത്തിയിട്ട് എടുക്കണം. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കുഴച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചിട്ടെടുക്കാൻ കഴിയും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ കൊട്ടയപ്പം ഉണ്ടാക്കുന്നത്. കാഷ്യൂനട്ടിനെ നമ്മളെ നാട്ടിൽ കാസർഗോട്ടാർ കൊട്ടയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിലുള്ളത് കൊണ്ട് ഇതിനെ കൊട്ടയപ്പം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ മാവ് നമുക്ക് ആവശ്യത്തിലുള്ള വലിപ്പത്തിൽ ഉരുട്ടിയിട്ട് എടുക്കണം. ഇത് 2 ചപ്പാത്തിൻ്റെ കനത്തിൽ പരത്തിയിട്ട് എടുക്കണം. കുറച്ച് കനത്തിൽ തന്നെ പരത്തിയിട്ട് എടുത്തെങ്കിൽ കൊട്ടയപ്പം മുറിക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് കാണാൻ പാങ്ങുണ്ടാവും. അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയിട്ട് എടുക്കണം. ഇപ്പം ഞാൻ എല്ലാവരുടെ ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പരത്തുന്ന കട്ടി ഏകദേശം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു കട്ടിയിൽ പരത്തിയിട്ട് എടുക്കണം. പിന്നെ മൈദപ്പൊടിയൊന്നും വിതറി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എളുപ്പത്തിൽ പരത്തിയിട്ട് എടുക്കാൻ കഴിയും. നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഒട്ടിയിട്ടൊന്നും ബുദ്ധിമുട്ടൊന്നും ആവേല. ഇനി കുപ്പീൻ്റെ ഒരു മൂടെടുത്തിട്ട് ആദ്യത്തെ ഒരു ഭാഗം ഇങ്ങനെ കട്ടാക്കണം. അപ്പോൾ അത് വേസ്റ്റല്ല, നമുക്കത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത് കട്ടാക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. ഇപ്പം എല്ലാം ഞാൻ ഇതേപോലെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണിത്. ഇനി നിങ്ങളെ പുരയിൽ കുഞ്ഞു മക്കളെല്ലാം ഉണ്ടെങ്കിൽ ഓരെല്ലാം കൂട്ടിയിട്ട് പരത്തിയിട്ട് കൊടുത്തെങ്കിൽ ഓറ് മുറിച്ചിട്ട് തരും. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാം ആദ്യം തന്നെ പരത്തിയിട്ട് മുറിച്ചിട്ട് വെക്കണം. ലാസ്റ്റാണ് ഇത് എണ്ണയിലിട്ടിട്ട് കാച്ചിട്ട് എടുക്കേണ്ടത്. ഞാനിവിടെ എല്ലാം കൊട്ടൻ്റെ ഷേപ്പിൽ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നല്ലപോലെ തിളച്ചിട്ടാകുമ്പോൾ ഈ കൊട്ടയപ്പം ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇപ്പം നല്ല ചൂടുണ്ട്. ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിയിട്ട് വന്നിട്ടാകുമ്പോൾ നമുക്ക് തീ മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കണം. ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ എത്തിയിട്ട് എല്ലാ ഭാഗവും ഗോൾഡ് കളറാണ്. തീ മീഡിയത്തിൽ തന്നെ വെക്കണം. ഫുള്ള് തീയിൽ വെച്ചറിണ്ട, പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, ഉള്ളൊന്നും കുക്കായിട്ട് വരില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം ലൈറ്റ് ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായിട്ടാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരണം. ഇത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിനായിട്ട് ഡാർക്ക് കളറും ആവും, കുറച്ചും കൂടി ഹാർഡും ആവും. അതുകൊണ്ട് തന്നെ നല്ലോണം പൊന്നു കളറാവാൻ നിൽക്കണ്ട. ഞാൻ രണ്ടാമതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൈയെടുക്കാതെ ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഭയങ്കര എളുപ്പം അതെ, തിന്നാൻ അത്ര തന്നെ ടേസ്റ്റും അതെ. ഭയങ്കര ഉറപ്പുണ്ടാവില്ല, നമ്മൾ ഡാൽഡ കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വായിക്കിടുമ്പോൾ നല്ല പോലെ പൊടിഞ്ഞിട്ട് വരും. അത്രയും സോഫ്റ്റായിട്ടുള്ള കൊട്ടയപ്പമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയത്. തീർച്ചയായിട്ടും പെരുന്നാൾക്ക് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി പല്ലില്ലാത്ത ആൾക്ക് പോലും
നൊണ്ണോട് കടിച്ചിട്ട് പൊടിയാക്കാൻ കഴിയുന്ന അത്രയും സോഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. വീണ്ടും കാണുന്നത് വരെ ജസാക്കല്ലാഹ് ഖൈർ.